അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. ഇതിന് ഇസ്ലാമികപരമായിട്ട് വല്ല തെളിവുകളുമുണ്ടോ, പ്രമാണങ്ങളിലുണ്ടോ, അതുപോലെ തന്നെ അങ്ങനെ നാം ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ ഇമാം ജനങ്ങൾക്ക് അഭിമുഖമായി തിരിഞ്ഞിരുന്ന് പ്രാർത്ഥന അവർക്ക് ഉറക്കെ ചൊല്ലിക്കൊടുത്ത് ആമീൻ ചൊല്ലിക്കുന്ന സമ്പ്രദായം പല നാടുകളിലും വ്യാപകമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാര ശേഷമുള്ള രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കാലത്ത് ആദ്യത്തെ സ്വഫിൽ മുതിർന്ന പുരുഷന്മാരും രണ്ടാമത്തെ സ്വഫിൽ കുട്ടികളും മൂന്നാമത്തെ സ്വഫിൽ സ്ത്രീകളുമാണ് നമസ്കാരത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും സലാം വീട്ടിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലുകയും അങ്ങനെ സ്ത്രീകൾ എണീറ്റു പോയാൽ പിറകിലേക്ക് നമസ്കരിച്ച ഭാഗത്ത് നിന്ന് മാറിയിരിക്കാറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അങ്ങനെയാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ ഇന്നത്തെ നാടുകളിൽ കാണുന്നത് പോലെ നമസ്കാര ശേഷം സലാം വീട്ടിയാൽ ഇമാം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുകയും പ്രാർത്ഥന അവർക്കുറക്കെ ചൊല്ലിക്കൊടുക്കുകയും മഅ്മൂമിങ്ങളായ ആളുകൾ അത് ഏറ്റുകൊണ്ട് ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു രീതി സ്വഹാബികളുടെയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായി അത്തരം കാര്യങ്ങൾ ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് ഫർള് നമസ്കാരത്തിന് ശേഷം നാം സ്വമേധയാ പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഫർള് നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ഒട്ടനവധി പ്രാർത്ഥനകളും ദിക്റുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മനഃപ്പാഠവുമാണ്. ആ പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ ചൊല്ലുകയും ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ പ്രാവർത്തികമാക്കുകയുമാണ് നാം വേണ്ടത്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയാൽ മഹാനായ മഹദി ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയാൽ ഉടനെ സ്ത്രീകൾ എഴുന്നേറ്റ് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അല്പസമയം അവിടെ ഇരിക്കും. അഥവാ സ്ത്രീകൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടി സ്വല്പം നേരം അവിടെ കാത്തിരിക്കുന്ന രൂപത്തിൽ അവിടെ ഇരിക്കും. ശേഷം സ്ത്രീകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ പിറകിലേക്ക് വന്നിരിക്കുന്ന ഒരു രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ പള്ളികളിൽ കാണുന്ന ആ ഒരു രീതി അത് പ്രമാണങ്ങളിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയും അത് പ്രമാണങ്ങളില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. ഇസ്തിഗ്ഫാറിന് വേണ്ടിയും തൗബക്ക് വേണ്ടിയും പരലോക വിജയത്തിന് വേണ്ടിയും ഇഹലോക വിജയത്തിന് വേണ്ടിയും യഥാസമയം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന ഏറ്റവും സ്വീകരിക്കുന്ന ഒരു സമയവും സന്ദർഭമാണ് ഫർള് നമസ്കാരത്തിന് ശേഷം. അത് കൂട്ടമായി പ്രാർത്ഥിക്കലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, മറിച്ച് സ്വമേധയാ നമ്മുടെ കാര്യങ്ങൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന എന്നുള്ളത് അത് തികച്ച ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
Yeah.